ഇഷ്ടം ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഇവിടെ വേണ്ട, നിന്നെ വെളിയിൽ കൊണ്ടുപോയാൽ നീ വേറെ പഠിക്കാം. അവൻ്റെ അതിയായ മോഹം കണ്ട് ഞാനാണ് അവനെ പുറത്ത് കൊണ്ടുവിട്ടത്. അതിനുള്ള പണി അവൻ തന്നിട്ടു. നോക്കണി, കഴുത്ത് നോക്കണി. അയ്യോ, എല്ലാരും കൂടി ദ്രോഹിക്കണം എന്റെ കൊച്ചിനെ. അയ്യോ അയ്യോ, എടി ഒരു റൗണ്ട് ഓടിച്ച് കൊണ്ടുവന്ന് കൊടുക്കാടി. പാവടി. വേണ്ട, ഞങ്ങൾ ഇവിടെ ബാക്കിലിരിക്കട്ടെ. പൂച്ചയൊക്കെ നിൽക്കണം. ഇത് മറ്റേ അപ്പൻ്റെ അമ്മയുടെ അവിടെ പൂച്ചയാണ്. അങ്ങനെ അവനെ ഒരു റൗട്ടൊക്കെ കൊണ്ടുവന്നിട്ട് കുഞ്ഞുതാ ഇങ്ങനെ പറ്റുമോ എന്ന് പറഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ വെച്ച് കാണിച്ചതാ. ഇതിലേ അവൻ കൂടി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പറ്റിച്ചിട്ടുള്ള സ്പീഡിട്ടുണ്ട്. ഭയങ്കര ഹൈ സ്പീഡായിരുന്നു. എന്തായാലും പിന്നെ ബൈക്ക് എടുക്കാതെ പറ്റില്ല. ബൈക്കിൽ പിന്നെ അടിമയാണല്ലോ അവൻ. അങ്ങനെ ഞാൻ ബൈക്ക് എടുത്ത് കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ അവൻ കയറി വന്നു. എന്നിട്ട് കുഞ്ഞുവിനെ കൂടി ഞാൻ കൊണ്ടുപോയി. അതുകൊണ്ട് അവളെ ദേഷ്യം കണ്ട, അവളെ കുറേ ഓട്ടിച്ചതിൻ്റെ അമ്മ പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. അതാണ് നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ. അതാ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവന് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ നാളായി കേട്ടോ. എനിക്ക് അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും തോന്നിയില്ല. അവന് കാണും കുറേ ദിവസമായി അവന്ന് ഇച്ചിരി ഒരു 5 മിനിറ്റെങ്കിലും ഫ്രീ ആയിട്ട് ഓടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ തുടരില്ലാതെ ഒന്ന് പോയിട്ട് പോട്ടെ. എന്തായാലും അവൻ അധിക ദൂരമൊന്നും പോയില്ല. ഞങ്ങളെ തന്നെ തിരിഞ്ഞു നോക്കി ഞങ്ങളവനെ പിടിക്കാൻ പോവുമെങ്കിൽ മാത്രമേ മുന്നോട്ട് ഓടുകയുള്ളൂ. പിന്നെ അതാ ഇവിടെ കൊണ്ടങ്ങ് ഇരുത്തി. നല്ല വിഷമമുണ്ട് കേട്ടോ. ഒരു ദിവസം അവനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടണമെന്നൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തിനാണ്? ഒരു അരമണിക്കൂർ അവനെ ബർത്ത്ഡേ ആയിട്ട് തുറന്ന് വിടണോ? ബിന്ദു ഒരു അഭിപ്രായം പറഞ്ഞു, അങ്ങോട്ട് തോട്ടത്ത് കൊണ്ടുപോയിട്ട് തുടലഴിച്ചിങ്ങ് വിട്ടോക്കാൻ നോക്കാം അല്ലേ നമുക്കൊരു 10 മിനിറ്റ്.